സർവകലാശാല വളപ്പിൽ നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ ഇപ്പോൾ 24-നൊപ്പം ചേരുന്നു. ഉമേഷ്, SFI പ്രവർത്തകർ ഇപ്പോൾ സർവകലാശാല വളപ്പിലേക്ക് കയറിയിരിക്കുകയാണ്. പോലീസ് കാര്യമായ പ്രതിരോധമൊന്നും അവിടെ തീർത്തില്ല. SFI പ്രവർത്തകർ മതിൽ ചാടിയും ബാരിക്കേഡ് കടന്നുമൊക്കെ ഇപ്പോൾ സർവകലാശാലയ്ക്കുള്ളിലേക്ക്, സർവകലാശാല വളപ്പിലേക്ക് കയറിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദിലീപ് കുമാർ, കഴിഞ്ഞ ദിവസങ്ങളിൽ മുൻപ് കണ്ടതുപോലെ സർവകലാശാലയുടെ അകത്ത് കയറിയെങ്കിലും അകത്ത് ഈ വാതിൽ തള്ളി തകർത്ത് അകത്ത് കയറാൻ ഇന്ന് ശ്രമിച്ചിട്ടില്ല. വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പടിക്കെട്ടുകളിൽ ഇരുന്നു കൊണ്ടാണ് SFIയുടെ പ്രതിഷേധം ഇപ്പോൾ അകത്ത് കയറി SFI പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. SFI സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് അടക്കമുള്ളവർ ഈ ഒരു സമരത്തിന് നേതൃത്വം നൽകിയപ്പോൾ സമരത്ത് ഈ സർവകലാശാല കോമ്പൗണ്ടിന് അകത്ത് കയറിയിട്ടുണ്ട്. ഒപ്പം എന്തായാലും ഒരു ഫ്ലക്സും വലിച്ചു പിടിച്ചാണ് അവർ സമരം. സ്ഥിരം VC നിയമനം ഉടൻ നടത്തുക, വിദ്യാർത്ഥി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന VC രാജിവെക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഫ്ലക്സ് ബോർഡുകൾ പ്രിന്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പടിക്കെട്ടുകളിൽ നിന്നുള്ള പ്രതിഷേധം. എന്തായാലും മുദ്രാവാക്യം വിളിക്കുന്നത് വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ച ഡീനെ അടക്കം പുറത്താക്കുക, ജാതി വിരുദ്ധ പരാമർശം നടത്തിയ ഡീനെ പുറത്താക്കുക എന്നുള്ളതാണ്. അതേസമയം ഇപ്പോൾ സെനറ്റ് അംഗങ്ങൾ ഈ സമ്മേളനം സെനറ്റ് യോഗം ബഹിഷ്കരിച്ചുകൊണ്ട് ഇടത് സെനറ്റ് അംഗങ്ങൾ ഇപ്പോൾ സെനറ്റ് യോഗം ബഹിഷ്കരിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ്. സെനറ്റ് യോഗം ബഹിഷ്കരിച്ച് സെനറ്റ് അംഗങ്ങൾ ഇപ്പോൾ സർവകലാശാലയിൽ SFI പ്രതിഷേധം നടത്തുന്ന ഈ സർവകലാശാലയുടെ ഏറ്റവും മുന്നിലെ ഭാഗത്തേക്ക് എത്തുകയാണ്. ഈ രീതിയിൽ അകത്ത് പ്രതിഷേധം വലിയ രീതിയിൽ ശക്തമായി പോകുന്നു. ഒരു ഭാഗത്ത് SFI വിദ്യാർത്ഥികൾ, മറുഭാഗത്ത് സെനറ്റ് അംഗങ്ങൾ. ഇത്തരത്തിൽ ശക്തമായ പ്രതിഷേധം ഒരു സമീപകാലങ്ങളിൽ ഒരുപക്ഷെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സർവകലാശാല ഒരു വലിയ പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. എന്തായാലും SFI പ്രവർത്തകരുടെ മുന്നിലുള്ള സമരം അത് അതേ രീതിയിൽ തുടരുന്നു. തൊട്ട് പിന്നാലെ സെനറ്റ് അംഗങ്ങൾ സെനറ്റ് യോഗം പൂർണ്ണമായി ബഹിഷ്കരിച്ചുകൊണ്ട്, സെനറ്റ് യോഗം 8:30 ആരംഭിച്ചതാണ്. മണിക്കൂറുകൾ സെനറ്റ് യോഗത്തിൽ ഇടത് സെനറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചു. ആ പ്രതിഷേധം തുടർന്നപ്പോഴും അതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കാൻ, അതായത് ജാതി അധിക്ഷേപം നടത്തിയ ഡീൻ CN വിജയകുമാരിയെ പുറത്താക്കുക. CN വിജയകുമാരി സെനറ്റ് അംഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ CN വിജയകുമാരിയെ ആ യോഗത്തിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് യോഗം മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന നിലപാടായിരുന്നു സെനറ്റ് അംഗങ്ങൾ സ്വീകരിച്ചത്. അതാണ് ഇപ്പോൾ പ്രതിഷേധത്തിന് കാരണം. ആ പ്രതിഷേധം പ്രകടനമാണ്, സെനറ്റ് അംഗങ്ങളുടെ പ്രതിഷേധ പ്രകടനമാണ് ഇപ്പോൾ സർവകലാശാലയ്ക്ക് മുന്നിലൂടെ കടന്നുപോയത്. എന്തായാലും SFIയുടെ പ്രതിഷേധം സർവകലാശാലയ്ക്കകത്ത് പടിക്കെട്ടുകളിൽ ഇരുന്ന് ആ മുദ്രാവാക്യം വിളിച്ച് തുടരുകയാണ്. എന്തായാലും അവർ അകത്തേക്ക്, അതായത് മുൻപ് നമ്മൾ കണ്ടതുപോലെ ഈ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറാൻ ഇപ്പോഴും ശ്രമിച്ചിട്ടില്ല. കനത്ത പോലീസ് സുരക്ഷയുണ്ട്. പോലീസ് ഏകദേശം 4-5 ലൈൻ വരെ ആ ഒരു പോലീസ് സുരക്ഷ വാതിലുകൾക്ക് നൽകി പുറത്തു നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അകത്തേക്ക് കയറിയുള്ള പ്രതിഷേധമില്ല. അതേസമയം പുറത്ത് ഈ ഒരു ശക്തമായ പ്രതിഷേധം പുറത്ത് രേഖപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ SFI സംസ്ഥാന അധ്യക്ഷനടക്കമുള്ളവരുണ്ട്. ഈ പ്രതിഷേധം നിങ്ങൾ ഇന്ന് രാവിലെ സിൻഡിക്കേറ്റ് അംഗം അടക്കം പരാമർശം കണ്ടിട്ടുണ്ടോ? സിൻഡിക്കേറ്റ് അംഗത്തിന് പ്രതിഷേധം ഇപ്പോൾ തുടരുകയാണല്ലോ, നോക്കാം നമുക്ക്. ജാതി അധിക്ഷേപം എന്ന് പറയുന്ന വലിയൊരു പരാതി നിൽക്കുന്നുണ്ട്. ആ പരാതി ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് സെനറ്റ് യോഗം അടക്കം കൂടാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നത്. എങ്ങനെയാണ് ഈ കാര്യങ്ങൾ? വളരെ സങ്കീർണമാണ് സർവകലാശാല വിഷയം. പൊതുവിൽ ഇപ്പോൾ പ്രതികരിക്കുന്നതുകൊണ്ട് ഞാൻ ഗുരുക്കമായി പറയുന്നില്ല. സർവകലാശാല സ്ഥിതി വളരെ സങ്കീർണമാണ്. സർവകലാശാല ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് സർവകലാശാലയുടെ വൈസ് ചാൻസലർക്ക് യാതൊരു നിർബന്ധവുമില്ല. അയാൾക്ക് അയാളുടെ കസേരയാണ് വലുത്. അപ്പോൾ അത് തുടരാൻ കഴിയുന്ന സമീപനമല്ല. പൊതുവിൽ പ്രതികരിക്കാം. തീർച്ചയായും ഇരിക്കാൻ യോഗ്യതയില്ലാത്തവർ ഇരിക്കാൻ പാടില്ല. പ്രതികരിക്കാം. തീർച്ചയായും SFI സംസ്ഥാന അധ്യക്ഷനാണ് ഇപ്പോൾ പ്രതികരിച്ചത്. എന്തായാലും പ്രതിഷേധം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. VCക്ക് സർവകലാശാല ഭരണം അല്ലെങ്കിൽ സർവകലാശാല നടപടിക്രമങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന താല്പര്യമില്ല എന്നുള്ള ആരോപണം കൂടി SFI ഉന്നയിക്കുന്നു. ദിലീപ് കുമാർ. കേരള സർവകലാശാല വളപ്പിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ഉമേഷ് ബാലകൃഷ്ണൻ. സർവകലാശാല വളപ്പ് ഇപ്പോൾ പ്രതിഷേധത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ഒരു വശത്ത് SFI നേതൃത്വത്തിലുള്ള പ്രതിഷേധം, അത് കേരള സർവകലാശാലയുടെ കവാടം കടന്ന് പോലീസിന്റെ എതിർപ്പ് വകവയ്ക്കാതെ മതിൽ ചാടിയും ബാരിക്കേഡ് കടന്നും SFI പ്രവർത്തകർ സർവകലാശാല വളപ്പിലേക്ക് പ്രവേശിച്ചു. അവിടെ സർവകലാശാലയുടെ പടിക്കെട്ടിന് മുന്നിൽ പ്രതിഷേധ മുദ്രാവാക്യം വിളിക്കുകയാണ്. അവിടെ ഇരിക്കുകയാണ് SFI പ്രവർത്തകർ. അതോടൊപ്പം തന്നെ കേരള സർവകലാശാലയിലെ ഇടത് സെനറ്റ് അംഗങ്ങൾ അവർ സെനറ്റ് യോഗം ബഹിഷ്കരിച്ചപ്പോൾ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. സ്ഥിരം VCയെ നിയമിക്കുക, അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യമായി സെനറ്റ് അംഗങ്ങളും ഇടത് സെനറ്റ് അംഗങ്ങളും SFIയും ഉന്നയിക്കുന്നത് ജാതി അധിക്ഷേപം നടത്തിയ ഡീൻ വിജയകുമാരിക്കെതിരെ നടപടി സ്വീകരിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് SFI പ്രവർത്തകരും അതോടൊപ്പം തന്നെ സെനറ്റ് അംഗങ്ങളും ഇപ്പോൾ സർവകലാശാല വളപ്പിൽ ഈ പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. സർവകലാശാല കവാടത്തിന് തൊട്ടുമുന്നിൽ MG പ്രതീഷ് കൂടിയുണ്ട്. പ്രതീഷ്, ഇപ്പോൾ അവിടെ നിന്ന് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ?
ബി ദിലീപ് കുമാർ, രണ്ടിടങ്ങളിലായി വലിയ പ്രതിഷേധം കേരള സർവകലാശാല ആസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ഒരിടത്ത് SFIയുടെ പ്രതിഷേധമാണ്. അത് സർവകലാശാലയുടെ പടിക്കെട്ടിൽ SFI പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. തൊട്ടിപ്പുറത്ത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഒരു പ്രതിഷേധവും നടക്കുന്നുണ്ട്. ഈ പ്രധാനമായും അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഈ CN വിജയകുമാരിയെ പുറത്താക്കുക എന്നതാണ്. വൈസ് ചാൻസലർ സർവകലാശാല നിയമങ്ങൾ പാലിക്കണം, സർവകലാശാലയെ സംഘപരിവാർ പരീക്ഷണശാലയാക്കരുത് തുടങ്ങി പ്ലക്കാർഡുകളുമായാണ് ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. വലിയ ഒരു പ്രതിഷേധം സർവകലാശാല ആസ്ഥാനത്തുണ്ടാകുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ വേദിയായി വീണ്ടും കേരള സർവകലാശാല മാറുന്നത്. അത് CN വിജയകുമാരി ഗവേഷക വിദ്യാർത്ഥിക്ക് നേരെ നടത്തിയ ജാതി അധിക്ഷേപമാണ് ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയത്. ആദ്യഘട്ടത്തിൽ അത് സെനറ്റ് യോഗത്തിലായിരുന്നു ആ പ്രതിഷേധമെങ്കിൽ ആ യോഗവേദി കടന്ന് ഇപ്പോൾ സർവകലാശാലയ്ക്ക് പുറത്തേക്ക് കൂടി ആ പ്രതിഷേധം വ്യാപിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉടൻ തന്നെ ഈ ഡീനെതിരെ നടപടി വേണം. ഡീനെ കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ തിരുവനന്തപുരത്തെ കേരള സർവകലാശാല ആസ്ഥാനത്ത് വലിയ പ്രതിഷേധം നടക്കുകയാണ്. ഇടത് സെനറ്റ് അംഗങ്ങൾ ഒരു വശത്ത് പ്രതിഷേധ പ്രകടനം നടത്തുന്നു, മറുവശത്ത് SFI നേതൃത്വത്തിൽ പ്രവർത്തകർ അവിടെ സർവകലാശാല കവാടത്തിന് മുന്നിൽ ഇരുന്ന് പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കുന്നു. വിവരങ്ങൾ നൽകിയത് സർവകലാശാലയ്ക്ക് പുറത്ത് സർവകലാശാല കവാടത്തിന് സമീപം നിന്ന് MG പ്രതീഷും സർവകലാശാല വളപ്പിൽ നിന്ന് ഉമേഷ് ബാലകൃഷ്ണനുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.